ഐതിഹ്യമാല അധ്യായം 55. ചില ഈശ്വരന്മാരുടെ കണക്ക്. ടിപ്പു സുൽത്താന്റെ ആക്രമണ കാലത്ത് ഗുരുവായൂരപ്പനെ അവിടെ നിന്ന് ഇളക്കിയെടുത്ത് അമ്പലപ്പുഴയുടെയും പിന്നീട് മാവേലിക്കരയും എഴുന്നള്ളിപ്പിച്ച് കുടിയിരുത്തിയിരുന്നു എന്നുള്ളത് പ്രസിദ്ധമാണല്ലോ. ഗുരുവായൂരപ്പനും അമ്പലപ്പുഴ കൃഷ്ണസ്വാമിയും വാസ്തവത്തിൽ ആൾ ഒന്നു തന്നെയാണെങ്കിലും അവർ രണ്ടുപേരും കൂടി അമ്പലപ്പുഴ താമസിച്ചിരുന്ന കാലത്ത് പല പിണക്കങ്ങളും മത്സരങ്ങളും ഉണ്ടായിട്ടുള്ളതായി അനേകം ഐതിഹ്യങ്ങളുണ്ട്. ഗുരുവായൂരപ്പന്റെ പ്രീതിക്കായി നടത്തുന്ന നമസ്കാര സദ്യകൾക്കുള്ള കാളൻ മുതലായ സാധനങ്ങൾ വെക്കുന്ന ഊട്ടുപാത്രങ്ങളിൽ തന്നെ കിടക്കുകയല്ലാതെ മറ്റു പാത്രങ്ങൾ പകരുക പതിവില്ല എന്നും, എന്നാൽ ആ സാധനങ്ങൾക്ക് കിളിവാച്ചുവ ഉണ്ടാകാറില്ലെന്നുള്ള പ്രസിദ്ധമാണല്ലോ. എങ്കിലും ഗുരുവായൂരപ്പൻ അമ്പലപ്പുഴ താമസിച്ചിരുന്ന കാലത്ത് നമസ്കാരത്തിനായി വെച്ചുണ്ടാക്കുന്ന കാളനും മറ്റും കിടാവ് ചുവ കൊണ്ട് മനുഷ്യർക്ക് ഉപയോഗിക്കുവാൻ നിവൃത്തിയില്ലാതായി തീർന്നു. ഇതിങ്ങനെ ആക്കി തീർത്തത് ഗുരുവായൂരപ്പനോടുള്ള സ്പർദ്ധ നിമിത്തം അമ്പലപ്പുഴ കൃഷ്ണസ്വാമിയാണെന്നുള്ളത് വിശേഷിച്ച് പറയേണ്ടതില്ലല്ലോ. ഇതിനു പകരം ഗുരുവായൂരപ്പനും ചിലത് പ്രവർത്തിക്കാതിരുന്നില്ല. അമ്പലപ്പുഴ കൃഷ്ണസ്വാമിക്ക് പ്രതിദിനം 36 പറ പാൽ കൊണ്ട് പഞ്ചസാര പാൽപായസം പതിവുണ്ടായിരുന്നല്ലോ. അതിൽ ഗുരുവായൂരപ്പൻ അട്ടയും മറ്റും കാണിച്ച് നിവേദ്യത്തിന് കൊള്ളാത്ത വിധത്തിലാക്കി തീർത്തു തുടങ്ങി. ഇങ്ങനെ ഇവർ തമ്മിലുള്ള സ്പർദ്ധയും മത്സരവും നിമിത്തം രണ്ടുപേർക്കും പൂജാനിവേദ്യാദികൾ നടത്തുവാൻ നിവൃത്തിയില്ലാതെ വന്നതിനാൽ ഗുരുവായൂരപ്പനെ ടിപ്പു സുൽത്താന്റെ ഉപദ്രവം ശമിക്കുന്നതുവരെ മാവേലിക്കരെ കൊണ്ടുപോയി ഇരുത്തേണ്ടതായിരുന്നു വന്നു. ഗുരുവായൂരപ്പനെ കുടിയിരുത്തുന്ന സ്ഥലത്തും അവിടുത്തെ വകയായ ഒരു കിണറും ഇപ്പോഴും അമ്പലപ്പുഴ കാണുവാനുണ്ട്. ഇപ്രകാരം തന്നെ വൈക്കത്തപ്പനും ഏറ്റുമാനൂർ ദേവനും തമ്മിലും ചില പിണക്കങ്ങൾ ഉണ്ടായിട്ടുണ്ട്. 973 ആണ്ട് നാട് നീങ്ങിയ രാമവർമ്മ മഹാരാജാവ് തിരുമനസ്സുകൊണ്ട് വൈക്കത്തപ്പന് വഴിപാടായി 7.5 പൊന്നാനകളെ തിരുവനന്തപുരത്ത് നിന്ന് വൈക്കത്തേക്ക് കൊടുത്തയച്ചു. കൽപ്പന പ്രകാരം ഹരിക്കാരന്മാർ പൊന്നാനകളെ വിരുത്തിക്കാരെ കൊണ്ട് എടുപ്പിച്ചുകൊണ്ട് കരമാർഗമായി പുറപ്പെട്ട് ഒരു ദിവസം ഏറ്റുമാനൂർ വന്നു ചേർന്നു. പൊന്നാനകളെ ക്ഷേത്രത്തിന്റെ പടിഞ്ഞാറേ ഗോപുരത്തിൽ ഇറക്കി വെച്ചു. നടകാവൽക്കാരെ ഏൽപ്പിച്ചിട്ട് ഹരിക്കാരന്മാരും ചുമട്ടുകാരും കുളിക്കുവാനും ഉണ്ണാനും പോയി. അവർ കുളിയും ഭക്ഷണവും എല്ലാം കഴിഞ്ഞു വന്ന് നോക്കിയപ്പോൾ പൊന്നാനകളുടെ തലയിൽ ഓരോ വലിയ സർപ്പങ്ങൾ ഇരിക്കുന്നതായി കണ്ടു. ആരെങ്കിലും അടുത്തു ചെന്നാൽ ആ ഭയങ്കര സർപ്പങ്ങൾ പണം വിടർത്തിക്കൊണ്ട് ചീറ്റി തുടങ്ങും. അതിനാൽ എല്ലാവരും ഭയപ്പെട്ടു മാറിയതല്ലാതെ അടുത്ത് ചെല്ലുന്നതിന് ആർക്കും ധൈര്യമുണ്ടായില്ല. പിന്നെ ഇതിനെപ്പറ്റി പ്രശ്നം വെപ്പിച്ച് നോക്കിയതിൽ ഈ ആനകളെ താൻ വിട്ടയക്കുകയില്ലെന്നും ഇവ തനിക്ക് വേണമെന്നുമാണ് ഏറ്റുമാനൂർ ദേവന്റെ അഭിപ്രായമെന്ന് കാണുകയും ആ വിവരം തിരുമനസിനെ അറിയിക്കുന്നതിന് എഴുതി അയക്കുകയും പ്രശ്നത്തിൽ കണ്ടതുപോലെ തന്നെ മഹാരാജാവ് തിരുമനസിലേക്ക് ഒരു ദർശനമുണ്ടാകുകയും ചെയ്തു. അതിനാൽ ആ പൊന്നാനകളെ ഏറ്റുമാനൂർ ദേവന്റെ ഭണ്ഡാരത്തിൽ എടുത്തു വെച്ചു കൊള്ളുന്നതിന് കൽപ്പിച്ചനുവദിച്ചു. ഇപ്പോഴും ഏറ്റുമാനൂർ ഭണ്ഡാരത്തിൽ ഇരിക്കുന്നവയും ഉത്സവകാലങ്ങളിൽ എഴുന്നള്ളത്തോടും കൂടി കൊണ്ടു നടക്കുന്നവയുമായ പൊന്നാനകൾ അവിടെ വന്നു ചേർന്നത് ഇപ്രകാരമാണ്. വൈക്കത്തപ്പന് വഴിപാടായി നിശ്ചയിച്ച് ഉണ്ടാക്കിയതായ പൊന്നാനകളെ ഏറ്റുമാനൂർ ദേവൻ ഇടയ്ക്ക് വെച്ച് തട്ടിയെടുത്തതിനാൽ വീണ്ടും 7.5 പൊന്നാനകളെ ഉണ്ടാക്കിച്ച് വൈക്കത്തേക്ക് അയക്കണമെന്ന് മഹാരാജാവ് തിരുമനസ്സുകൊണ്ട് കൽപ്പന നിശ്ചയിച്ചു. അപ്പോൾ ഒരു ദിവസം രാത്രിയിൽ തിരുമനസിലേക്ക് ഒരു ദർശനമുണ്ടായി. അതിന്റെ സാരം തനിക്ക് പൊന്നാനയും മറ്റും വേണമെന്നില്ലെന്നും അതിന്റെ വില ചിലവാക്കി ഒരു 1000 ശകലം നടത്തിയാൽ മതിയെന്നുമായിരുന്നു. ഇത് വൈക്കത്തപ്പന്റെ കൽപ്പനയാണെന്ന് വിശ്വസിച്ച മഹാരാജാവ് തിരുമനസ്സുകൊണ്ട് അപ്രകാരം തന്നെ അതികേമമായി വൈക്കത്ത് ഒരു 1000 കലശം നടത്തിക്കുകയും ചെയ്തു. വൈക്കത്തപ്പനും ഏറ്റുമാനൂർ ദേവനും തമ്മിൽ ഇപ്പോഴും പിണക്കമാണെന്നാണ് ജനങ്ങളുടെ വിശ്വാസം. അതിനാൽ വൈക്കത്ത് അഷ്ടമി ദർശനത്തിന് ഇപ്പോഴും ഏറ്റുമാനൂർ ദേശക്കാരും പോകാറില്ല. ആറന്മുള ദേവനും ശബരിമല ശാസ്താവും തമ്മിലും പിണങ്ങിക്കാണുമെന്ന് ജനങ്ങളുടെ വിശ്വാസമുണ്ട്. അതിനാൽ ആറന്മുളക്കാർ ശബരിമലയ്ക്ക് പോകാറില്ല. പണ്ടൊരിക്കൽ ആറന്മുളക്കാരായ ചിലർ ശബരിമലയ്ക്ക് പോകുന്നത് നിശ്ചയിച്ച് നോയമ്പ് തുടങ്ങി. അപ്പോൾ അവർ ആറന്മുള ദേവനെ സ്വപ്നത്തിൽ പ്രത്യക്ഷമായി കണ്ടു. എൻ്റെ ജനങ്ങൾ മല ചവിട്ടണമെന്നില്ല, സകല കാര്യസിദ്ധിക്കും എന്നെ സേവിച്ചു കൊണ്ടാൽ മതി എന്നരുളിച്ച്. എങ്കിലും അവർ അതിനെ വകവയ്ക്കാതെ യഥാകാലം ശബരിമലയ്ക്ക് പോയി. ശബരിമലയ്ക്ക് പോകുന്നവർ ശരണമയ്യപ്പ എന്നും അയ്യപ്പ സ്വാമിയെ ശരണമെന്നും മറ്റും വിളിച്ചു പറഞ്ഞുകൊണ്ടാണല്ലോ പോവുക പതിവ്. എന്നാൽ ആറന്മുളക്കാർ ആറന്മുള സ്വാമിയെ ശരണമെന്ന് വിളിച്ചുകൊണ്ടാണ് പോയത്. അവർ ശബരിമലയ്ക്ക് സമീപമായപ്പോൾ അയ്യപ്പ സ്വാമിയുടെ നായ്ക്കൾ, അതായത് കടുവാകൾ വായും പുടയുകൊണ്ട് അവരുടെ നേരെ പാഞ്ഞു ചെന്നു. അത് കണ്ട് ആറന്മുളക്കാർ ഭയപരവശരായി പൂർവാധികം ഉറക്കെ ആറന്മുള സ്വാമിയെ വിളിച്ചു തുടങ്ങി. അപ്പോൾ ആ വ്യാഘ്രങ്ങളുടെ വായിൽ അമ്പുകൾ വന്ന് തറയ്ക്കുകയും അവ മടങ്ങിപ്പോവുകയും ചെയ്തു. ആ സമയം ശബരിമല ശാസ്താവിന്റെ വെളിപാടുണ്ടായി, അതായത് വെളിച്ചപ്പാട് തുള്ളി. ആറന്മുളക്കാർ എൻ്റെ നടയിൽ വരുവാൻ പാടില്ല എന്ന് കൽപ്പിക്കുകയും ആറന്മുളക്കാർ അവിടെ ദർശനം കഴിക്കാതെ മടങ്ങിപ്പോവുകയും ചെയ്തു. അക്കാലം മുതൽക്കാണ് ആറന്മുളക്കാർ ശബരിമലയ്ക്ക് പോകാതെയായത്. ആറന്മുള ദേവൻ മഹാവിഷ്ണുവിന്റെ ഒരു അവതാരമായ അർജുനനാണെന്നാണല്ലോ സങ്കല്പം.
അതിനാൽ ശബരിമല അയ്യപ്പന്റെ നായകളുടെ നേരെ ശരമയച്ചത് ആ ദേവൻ തന്നെയാണെന്നാണ് വിശ്വാസം. ഇങ്ങനെ കേരളത്തിൽ പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്ന അനേകം ദേവന്മാർ തമ്മിൽ പല പിണക്കങ്ങളും ഉണ്ടായിട്ടുള്ളതിനും ഇപ്പോഴും പിണക്കമാണെന്നുള്ളതിനും വളരെ ഐതിഹ്യങ്ങളുണ്ട്. ഇവയെല്ലാം മനുഷ്യരുടെ സങ്കല്പത്തിൽ നിന്നുണ്ടായിട്ടുള്ളവയായിരിക്കാനല്ലാതെ വേറെ കാരണമൊന്നുമില്ല. അടുത്തത് ഐതിഹ്യമാല അധ്യായം 56 പറങ്ങോട്ട് നമ്പൂതിരി. തുടരും.